അത് ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ അടുത്തൊരു ടോപ്പിക്കാണ്. എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്? ബിസിനസ് പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. അതായത് ബിസിനസ്സിൻ്റെ അവസരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അല്ലെങ്കിൽ എന്താണ് ഏറ്റവും സ്പീഡിൽ അതിൻ്റെ ഗുണം ലഭിക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നു എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ അവസരങ്ങളെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കൂടുതലായിട്ടും ഏറ്റവും എന്താണ് ഗുണമേന്മയോട് കൂടിയിട്ടും ബിസിനസ്സിൻ്റെ അവസരങ്ങളെ നമുക്ക് അറിയാനായിട്ട് സഹായിക്കുന്നു. ആര് സഹായിക്കുന്നു? നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. നോക്കാം. Identification of opportunities at an early stage helps the firm to be able to exploit them without losing them to competitors. എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് അറിയുന്നത് മൂലം, എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ചുറ്റുപാടുകളെ ബിസിനസ്, നമ്മളെന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ബിസിനസ്സാണ്. ബിസിനസ്സിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് അവയർനെസ് നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മൾ നന്നായി അവയർനെസ് നടത്തുമ്പോൾ അങ്ങനെയുള്ളൊരു ഗുണം എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് അവസരങ്ങൾ വളരെ കൃത്യമായിട്ട് ഏർലി സ്റ്റേജസിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ആ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠനം നടത്തുകയാണ്, അല്ലെങ്കിൽ അത് അറിയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് നടത്തുമ്പോൾ ആ ബിസിനസ്സിന് എന്തൊക്കെ അവസരങ്ങളുണ്ടെന്ന് നമ്മൾ അറിയും. ഈ അവസരങ്ങൾ അറിയുന്നത് കൊണ്ട് ഏറ്റവും ഏർലി സ്റ്റേജിൽ ആദ്യത്തിൽ ഈ അവസരങ്ങൾ അറിയുന്നത് കൊണ്ട് എന്താണ് ഉപകാരം? നോക്കിയേ, ഹെൽപ്സ് ദ ഫേം ടു ഏബിൾ ടു എക്സ്പ്ലോയിറ്റ് ദം വിത്തൗട്ട് ലോസിങ് ദം ടു കോമ്പറ്റീറ്റേഴ്സ്. അതായത് അവിടെ ഏതൊക്കെ ലെവലിൽ കോമ്പറ്റീറ്റേഴ്സ് വരാം, അല്ലെങ്കിൽ ആരിൽ നിന്നൊക്കെ ചൂഷണം വരാം, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് ആര് സഹായിക്കുന്നു? ബിസിനസ് എൻവയോൺമെൻറ്റ് സഹായിക്കുന്നു. അതായത് സപ്പോസ് നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്, ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം നോക്കുക എന്താണ്? നമ്മുടെ ചുറ്റുവട്ടത്തും ഇതേപോലത്തെ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടോ? നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഈ ഫീൽഡ് എങ്ങനെയാണ് ക്ലിക്ക് ആവുക? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠനം നടത്തും. ഈ പഠനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? ബിസിനസ് എൻവയോൺമെൻറ്റിലൂടെ. ആ ബിസിനസ് എൻവയോൺമെൻറ്റിനെ അറിയുന്നത് മൂലമുള്ള ഒരു ഉപകാരമാണ് എന്തെന്ന് പറയുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻസ്. എങ്ങനെയാണ് ഈ ഇമ്പോർട്ടൻസ് കിട്ടുന്നത്? ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് മൂലം. എന്തുകൊണ്ടാണ് ഈ അവയർനെസ് മൂലം നടത്തുമ്പോൾ നമുക്ക് എന്ത് ഉപകാരമാണ് ഉണ്ടാകുന്നത്? ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് അറിയാനായിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല എന്താണ്, അത് മുമ്പേ തന്നെ അതിൻ്റെ ഗുണം ലഭിക്കാനും സാധിക്കുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫൈയിങ് ത്രെഡ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്. എന്താണ് പറയുന്നത്? അതായത് അപകട സൂചനകളും ഭീഷണികളും മുൻകൂട്ടി നമുക്ക് തിരിച്ചറിയാനായിട്ട് സഹായിക്കുന്നു. ആര് സഹായിക്കുന്നു? ബിസിനസ് എൻവയോൺമെൻറ്റ് സഹായിക്കുന്നു. നമ്മൾ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നോക്കാം, ഐഡൻറ്റിഫൈയിങ് ദ ത്രെഡ്സ്. ഐഡൻറ്റിഫൈ ചെയ്യുന്ന ത്രെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. എന്തൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നു? ത്രെഡ്സും വാർണിംഗ് സിഗ്നൽസും. അപകട സൂചനകളും അതേപോലെ തന്നെ ത്രെഡ്സും ഭീഷണികളും നമുക്ക് എന്താണ്? ഐഡൻറ്റിഫൈ ചെയ്യണം. ഏറ്റവും മുൻകൂട്ടി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആര് മൂലം? ബിസിനസ് എൻവയോൺമെൻറ്റ് മൂലം. നോക്കാം, എൻവയോൺമെൻറ്റൽ അവയർനെസ്. എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ളൊരു ബോധം, അവയർനെസ് ആണ് നമുക്ക് എന്തിനു സഹായിക്കുന്നു? ഹെൽപ്സ് ദ മാനേജേഴ്സ് ടു ഐഡൻറ്റിഫൈ. മാനേജേഴ്സിന് എന്തിനു കഴിയുന്നു എന്നാണ് പറയുന്നത്? ടു ഐഡൻറ്റിഫൈ ദ വേരിയസ് ത്രെഡ്സ്. അതായത് ഒരുപാട് തരത്തിലുള്ള ഭീഷണികൾ. അതേപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ദ ബിസിനസ് ഏർലി വാർണിംഗ് സിഗ്നൽസ് ടു പ്ലാൻ ഇറ്റ്സ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഭാവിയിൽ എന്തൊക്കെ ചെയ്യണം, എന്തിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഒരു ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തിരിച്ചറിയാനായിട്ട് ഏത് മൂലം സഹായിക്കുന്നു? ബിസിനസ് എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള അവയർനെസ് മൂലം സഹായിക്കുന്നു. അപ്പോൾ അടുത്തൊരു ഇമ്പോർട്ടൻസ് ആണ് എന്താണ്? ഐഡൻറ്റിഫൈയിങ് ത്രെഡ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്.
ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്. ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് റിസോഴ്സസ് മാക്സിമം ഉപകാരപ്രദമായ രീതിയിൽ എന്താണ് സ്വന്തമാക്കുവാൻ, അല്ലെങ്കിൽ എന്താണ് സ്വായത്തമാക്കുവാനായിട്ട്, ടാപ്പ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്നു. എൻവയോൺമെൻറ്റ് പ്രൊവൈഡ്സ്. എൻവയോൺമെൻറ്റ് എന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? എൻവയോൺമെൻറ്റ് എന്തൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബിസിനസ്സിന്? നമുക്ക് എന്ന് പറയുന്നത് ആരെയാണ്? ബിസിനസ്സിന്. എൻവയോൺമെൻറ്റ് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? വേരിയസ് റിസോഴ്സസ്, ഒരുപാട് തരത്തിലുള്ള റിസോഴ്സസ്, വിഭവങ്ങൾ ടു ദ ബിസിനസ്. ആർക്കാണ് കൊടുക്കുന്നത്? ബിസിനസ്സിന്. ലൈക്ക് ഏതൊക്കെ തരത്തിലുള്ള റിസോഴ്സസ് ആണ്? മെറ്റീരിയൽസ് ആവാം, മെഷീനറി ആവാം, വാട്ടർ ആവാം, ഫിനാൻസ് ആവാം, ഇലക്ട്രിസിറ്റി, ലേബർ എക്സിട്ര. ഇതൊക്കെ എവിടെ നിന്നാണ്, ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മുടെ എൻവയോൺമെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതും ഏതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്? ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഏതാണ്? ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ് എന്ന് വെച്ചാൽ ഉപകാരപ്രദമായ വിഭവങ്ങൾ എന്താക്കുക? സ്വായത്തമാക്കുക, അല്ലെങ്കിൽ എന്താണ് സ്വന്തമാക്കുക. നെക്സ്റ്റ് പോയിൻ്റ് ആണ് കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. അതായത് കോപ്പിംഗ് വിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരുപാട് റാപ്പിഡ് ചേഞ്ചസ്, പെട്ടെന്ന് തരത്തിലുള്ള, നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഡെയിലി ഓരോ ടെക്നോളജി ആയാലും എന്തായാലും കോമ്പറ്റീഷൻ ഫീൽഡ് ആയാലും എപ്പോഴും എന്താണ് ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ അതിനെ എന്താണ് കോപ്പിംഗ് ചെയ്യുക. കോപ്പിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ നേരിടാനായിട്ട്, ആ ചേഞ്ചസിനെ നേരിടാൻ നമ്മളെന്താക്കണം? നേരിടുന്നതിന് നമ്മളെ സഹായിക്കുന്നതും ആരാണെന്നാണ് പറയുന്നത്? ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഹൈലി ഡൈനാമിക്. ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. ദാറ്റ് മീൻസ് എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, സച്ച് ആസ് എന്തൊക്കെയാണ് ഈ ഡൈനാമിക് ആണെന്ന് പറയാനുള്ള കാരണം? ചേഞ്ചസ് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷൻ എപ്പോഴും ഒരുപോലെ ആയിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കില്ല, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും, കോമ്പറ്റീഷൻ ഫീൽഡ് മാറിക്കൊണ്ടിരിക്കും, എക്സെട്ര. സോ ഇതൊക്കെ കൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ എന്താണ് ആ ഡൈനാമിക് ചേഞ്ചസിനെ, അല്ലെങ്കിൽ എന്താണ് എപ്പോഴുള്ള റാപ്പിഡ് ചേഞ്ചസിനെ, പെട്ടെന്നുള്ള ചേഞ്ചസിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? നേരിടാനായിട്ട് സഹായിക്കുന്നത് ആരാണ്? നമ്മളെ ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ്. ഓക്കെ, ടു കോപ്പ് വിത്ത് ദീസ് ചേഞ്ചസ് എന്ന് വെച്ചാൽ എന്താ? ടു കോപ്പ് വിത്ത് ദീസ് ചേഞ്ചസ്, ഈ ചേഞ്ചസിനെ നേരിടാൻ ആർക്കാണ് നേരിടേണ്ടത്? ആരാണ് നേരിടേണ്ടത്? മാനേജേഴ്സ്. സോ മാനേജേഴ്സാണ് ഈ ചേഞ്ചസ് ഒക്കെ നേരിടേണ്ട ആൾക്കാർ. മസ്റ്റ് ബി ഡൈനാമിക്. അതുകൊണ്ട് മാനേജേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഡൈനാമിക് ആയിരിക്കണം. ദിസ് ഈസ് പോസിബിൾ ത്രൂ. മാനേജേഴ്സ് എപ്പോഴും ഡൈനാമിക് ആവണമെങ്കിൽ മാനേജേഴ്സ് എപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്? ത്രൂ പ്രോപ്പർ എൻവയോൺമെൻറ്റ് സ്കാനിങ്. എൻവയോൺമെൻറ്റൽ സ്കാനിങ് നടത്തിക്കൊണ്ടിരിക്കണം. എന്താണ് ഈ എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊരു പോയിൻ്റാണ്, എപ്പോഴും വൺ വേർഡ് ചോദിക്കാറുള്ളതാണ്. എന്താണ് എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത്? എൻവയോൺമെൻറ്റൽ സ്കാനിങ് മീൻസ് മോണിറ്ററിങ് ദ എൻവയോൺമെൻറ്റ്. അതായത് എൻവയോൺമെൻറ്റിനെ നന്നായി മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. മോണിറ്ററിങ് ദ എൻവയോൺമെൻറ്റ് ഓഫ് ഈച്ച് ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷൻ്റെയും ചുറ്റുപാടുകളെ, എൻവയോൺമെൻറ്റിനെ എന്താണ് നന്നായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് എന്താണ്? ആൻഡ് ഐഡൻറ്റിഫൈങ് ദ കൺസ്ട്രെയിൻസ്. അതിൻ്റെ തടസ്സങ്ങളെ നമ്മൾ അറിയുക. ആൻഡ് ഓപ്പർച്യൂണിറ്റീസിനെ മനസ്സിലാക്കുക. ഒരു കമ്പനി തുടങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ എന്താണ് ഒരു കമ്പനി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ബിസിനസ്സിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടമുള്ള കാര്യങ്ങളെ നമ്മൾ എന്താണ് നന്നായി മോണിറ്റർ ചെയ്യുക. ആ ബിസിനസ്സിൻ്റെ അവസരങ്ങളെ തിരിച്ചറിയുക, അതിൻ്റെ ഭീഷണികളെ തിരിച്ചറിയുക. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻവയോൺമെൻറ്റ് സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ചോദിക്കാറുണ്ട് എൻവയോൺമെൻറ്റ് സ്കാനിങ് എന്താണ്? മോണിറ്ററിങ് ദ എൻവയോൺമെൻ്റ് ആണ്. എൻവയോൺമെൻറ്റിനെ മോണിറ്റർ നിരീക്ഷിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻവയോൺമെൻറ്റൽ സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നാലാമത്തെ ഇമ്പോർട്ടൻസ് എന്താണ്? കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. അതായത് റാപ്പിഡ് ചേഞ്ചസ്, പെട്ടെന്നുള്ള നമ്മുടെ ചേഞ്ചസ്, ബിസിനസ്സിൻ്റെ ചേഞ്ചസിനെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? എപ്പോഴും നല്ല രീതിയിൽ നേരിടാനായിട്ട് തയ്യാറാവണമെങ്കിൽ മാനേജേഴ്സ് എങ്ങനെയുള്ളവരായിരിക്കണം? ഡൈനാമിക് ആയിരിക്കണം. ഡൈനാമിക് ആവുക എന്ന് പറയുന്നത് ഏത് രീതിയിലാണ്? എപ്പോഴും അവരുടെ ബിസിനസ്സിൻ്റെ ചുറ്റുപാടുകളെ എങ്ങനെയായിരിക്കണം? എൻവയോൺമെൻറ്റൽ സ്കാനിങ് നടത്തിയിരിക്കണം, മോണിറ്ററിങ് ചെയ്തിരിക്കണം. അതാണ് കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ് എന്ന് പറയുന്ന ഈ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റാണ് അസിസ്റ്റിംഗ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. അതായത് അസിസ്റ്റിംഗ് ഇൻ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാൻ ഉണ്ടാക്കുന്നതിലും ആസൂത്രണമാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് ആസൂത്രണമാണ്. പ്ലാനിങ് ചെയ്യുന്നതിലും പിന്നെ എന്താണ്? പോളിസി ഫോർമുലേഷൻ എന്ന് പറയുന്ന നയരൂപീകരണത്തിലും അതിനും എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യാണ്. ആര്? ബിസിനസ് എൻവയോൺമെൻറ്റ്. ഓക്കെ, ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നു എന്ന് പറയുന്നത്? നമ്മളെ പ്ലാൻ ചെയ്യാനും, കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനും,
എന്നിട്ട് ആ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പോളിസി ഫോർമുലേഷൻ ചെയ്യാനും ആര് സഹായിക്കുന്നു? ബിസിനസ് എൻവയോൺമെൻറ്റ് സഹായിക്കുന്നു. എൻവയോൺമെൻറ്റ് സ്കാനിങ് ഗിവ്സ്, അതും നമ്മളെ എങ്ങനെയാണ് സ്വായത്തമാക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിലൂടെയാണ്. നമ്മളെപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും എൻവയോൺമെൻറ്റിനെ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. എൻവയോൺമെൻറ്റൽ സ്കാനിങ് ഗീവ്സ് a vital information which can be taken as the basis for deciding the future course of action. ഭാവിയിൽ എങ്ങനെയാണ് ഇരിക്കണം നമ്മുടെ പ്ലാനിങ് നടത്തേണ്ടതെന്ന്. അതുമാത്രമല്ല ഓർ ഫ്രെയിമിംഗ് ഗൈഡ് ലൈൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം, ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പോളിസി ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഡിസൈഡിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത് രണ്ടിനും, പ്ലാനിങ്ങിലും പോളിസി ഫോർമുലേഷനും ബിസിനസ് എൻവയോൺമെൻറ്റ് വളരെയധികം സഹായിക്കുന്നു. ബിക്കോസ് എങ്ങനെയാണ് സഹായിക്കുന്നത്? ത്രൂ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിലൂടെ. എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിലൂടെ നമുക്ക് എന്ത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്? എന്ത് ചെയ്യണമെന്നും എന്തൊക്കെ ആക്ഷൻ എടുക്കണം, എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്നും നമുക്ക് ഗൈഡ് ലൈൻ ചെയ്യുന്നത് ആരാണെന്ന് പറയുന്നത്? ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇത്, അസിസ്റ്റിംഗ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. ആസൂത്രണത്തിലും നയരൂപീകരണത്തിലും സഹായിക്കൽ. ആരാണ് ഈ ആസൂത്രണത്തിലും നയരൂപീകരണത്തിലും സഹായിക്കുന്നത്? ആരാണ്? ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്. എങ്ങനെയാണ് സഹായിക്കുന്നത്? ത്രൂ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിലൂടെ. എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിലൂടെ എന്തൊക്കെ സഹായിക്കുന്നുണ്ട്? പ്ലാനിങ്ങും പോളിസി ഫോർമുലേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ആണ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് പെർഫോമൻസ്. അതായത് പ്രവർത്തനം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് പെർഫോമൻസ്. ദോസ് എൻ്റർപ്രൈസ് വിച്ച് കണ്ടിന്യൂസ്ലി monitor their environment and adopt suitable policies will improve their performance. ഈ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. എന്താണ്? എൻ്റർപ്രൈസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വിച്ച് കണ്ടിന്യൂസ്ലി മോണിറ്റർ ആണ്. അവിടെയും എൻവയോൺമെൻറ്റൽ സ്കാനിങ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂസ്ലി മോണിറ്റർ ദെയർ എൻവയോൺമെൻറ്റ്. അവരുടെ ദെയർ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ്? അഡോപ്റ്റ് സ്യൂട്ടബിൾ പോളിസീസ്. അതിനനുസരിച്ച് അന്നേരത്തിനനുസരിച്ച് എന്താണ് അപ്പോൾ നടക്കുന്നത്? അതിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസീസ് അവരെന്ത് ചെയ്യും? അഡോപ്റ്റ് ചെയ്യും. ഇങ്ങനെ പോളിസീസ് ഓരോ ചേഞ്ചസിനനുസരിച്ച് ഓരോ തരത്തിലുള്ള പോളിസീസ് അഡോപ്റ്റ് ചെയ്യുന്നത് മൂലം എന്തുണ്ടാവുന്ന കമ്പനിക്ക്? അവരുടെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനായിട്ട്, ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്? ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ്? ഐഡൻറ്റിഫൈ ദ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. ദെൻ സെക്കൻഡ് വൺ ഏതാണ്? ഐഡൻറ്റിഫൈയിങ് ത്രെറ്റ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്. തേർഡ് വൺ എന്താണ്? ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്. ആൻഡ് ഫോർത്ത് വൺ കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. ഫിഫ്ത്ത് വൺ അസിസ്റ്റിംഗ് ഇൻ പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. സിക്സ്ത് വൺ ഏതാണ്? ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് പെർഫോമൻസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അന്നെടുക്കുന്ന ടോപ്പിക്ക് അന്നന്ന് തന്നെ പഠിക്കുക. പിന്നെ അത് നാളേക്ക് മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ അതത് ടോപ്പിക്ക് അന്ന് തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അടുത്ത നമ്മുടെ ഒരു ടോപ്പിക്കാണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഡയമെൻഷൻസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.